എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ സച്ചിയുടെ നിരപരാധിത്വം രേവതി തെളിയിക്കുന്ന എപ്പിസോഡുകളാണ് ഉടൻ വരാൻ പോകുന്നത്. കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിനേക്ക് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും കൂടി നമ്മുടെ പാവം സച്ചിയെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ആ വീഡിയോ നമ്പർ 1 ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വീഡിയോ എല്ലാവരും സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുവാണ്. സച്ചിക്കറിയാം അതൊരു ഫേക്ക് വീഡിയോ ആണെന്ന്. പക്ഷേ അത് പറഞ്ഞു തെളിയിക്കാൻ സച്ചിക്കാകുന്നില്ല. വീട്ടുകാരും എല്ലാവരും സച്ചിയെ ഒറ്റപ്പെടുത്തുവാണ്. സച്ചിയുടെ വണ്ടിയാണെങ്കിൽ പോലീസുകാരും എടുത്തുകൊണ്ട് പോയി. സച്ചിക്കാണെങ്കിൽ ഇനി സച്ചിയുടെ ജീവിതമാർഗവും നിലച്ചിരിക്കുവാണ്. സച്ചി സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക. രവീന്ദ്രനെയും രേവതിയെയൊക്കെ സമീപിക്കുമ്പോഴും അവരൊക്കെ സച്ചിയെ ആട്ടി ഓടിക്കുകയാണ്. കാരണം സച്ചി ആരും വിശ്വസിക്കുന്നില്ല. മനസ്സ് തകർന്ന ഒരവസ്ഥയിൽ ജീവിതത്തിൻ്റെ നിരാശയുടെ പാതയിൽ കൂടി കടന്നുകൊണ്ടും പോവുകയാണ് നമ്മുടെ സച്ചി. അപ്പോഴും സച്ചി ഇങ്ങനെ മഹേഷിനോടൊക്കെ തൻ്റെ സങ്കടം പറയുന്നുണ്ട്. എടാ, ആരും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യോടാ, ഞാൻ കുടിച്ചിട്ടില്ലടാ, എൻ്റെ രേവതി തന്ന കാറ് ഞാൻ കുടിച്ചിട്ടൊരിക്കലും ഓടിക്കില്ലടാ എന്നൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട്. സച്ചി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. സാർ, ഞാൻ കുടിച്ചിട്ടില്ല സാർ, എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ പോലീസുകാരും സച്ചിയെ ചീത്ത പറയുവാണ്. പിന്നെ നീ കുടിച്ചിട്ടില്ല, നീ കുടിക്കുന്നവനല്ലേടാ, പിന്നെ നീ അന്ന് ബാറിൽ പോയിട്ട് കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? സാർ, എന്നെ ടെസ്റ്റ് ചെയ്യാതെയാണ് എൻ്റെ വണ്ടി ഇവരെടുത്തോണ്ടും പോയതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാർ പറയുന്നുണ്ട്, നിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? അതാ തെളിവായിട്ട് ആ വീഡിയോ തന്നെയില്ല, പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിൻ്റെ വണ്ടി ഞങ്ങൾ തരാനും പോണില്ല, നിൻ്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്തും പറയുവാണ് പോലീസ്. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവാണ് സച്ചി. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിനെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. രേവതിക്ക് വിശ്വാസമാണ്. പക്ഷേ ആ വീഡിയോ കണ്ടതോടെ രേവതിയുടെ മനസ്സും തകർന്നിരിക്കുവാണ്. കാരണം എല്ലാവരും രേവതിയാണല്ലോ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. രേവതി കാരണമാണ് സച്ചി നന്നാവാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രേവതി ഇങ്ങനെ പോകുമ്പോഴേക്കും മഹേഷ് രേവതിയോട് പറയുന്നുണ്ട്, രേവതി, സച്ചിയെ അങ്ങനെ അവിശ്വസിക്കല്ലേ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ കുടിക്കത്തില്ല. രേവതി പോലും അവനെ വിശ്വസിക്കാത്തതുകൊണ്ട് അവന് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും, മഹേഷ് ഏട്ടാ, ഞാൻ എന്ത് ചെയ്യാനും മഹേഷ് ഏട്ടാ, ആ വീഡിയോ എല്ലാവരും നാട്ടുകാരും എല്ലാവരും കണ്ടില്ലേ, അതെങ്ങനെയാണ് ഒരു ഫേക്ക് വീഡിയോ ആവുന്നത്? എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു അറിവുമില്ല എന്ന് രേവതി വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്നാലും സച്ചിയുടെ വിഷമം കണ്ടിട്ട് രേവതിക്ക് അതിൽ കൂടുതൽ വിഷമം ആവുന്നുണ്ട്. അപ്പോൾ രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്കെൻ്റെ സച്ചി ഏട്ടൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കുമെന്ന് ഓർക്കുമ്പോൾ രേവതിക്കൊരു ഐഡിയ വരും. രേവതി നേരെ തന്നെ വെളുപ്പിനെ തന്നെ ബാറിലോട്ട്, അതായത് ആ വീഡിയോ എടുത്ത സച്ചി പോയ ആ ബാറില്ലേ, ആ ബാറിലോട്ട് രേവതി പോകുവാണെങ്കിൽ സ്കൂട്ടർ ഓടിച്ചിട്ട്. ബാറ് തുറന്നിട്ട് പോലുമില്ല. അപ്പോഴേക്കും ബാറിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, തുറക്കുമ്പോൾ തന്നെ കുപ്പി മേടിക്കാൻ വേണ്ടി. ഇവരെല്ലാവരും രേവതിയെ കണ്ട് ഞെട്ടി നിൽക്കുവാണേ. ഇതെന്താ രാവിലെ തന്നെ ഒരു പെണ്ണ് വന്ന് ബാറിൽ നിൽക്കുന്നത്, ഇവക്ക് കുടിക്കാതെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ടാവും എന്നൊക്കെ ആൾക്കാർ കമൻ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ രേവതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രേവതി അങ്ങനെ നിൽക്കുവാണേ. എന്നിട്ട് ബാറ് തുറക്കുമ്പോഴേക്കും രേവതി ഓടി അകത്തോട്ട് പോയിട്ട് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് മാനേജറെ കാണുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അവർ ആ മുറിയിലാണെന്ന് പറഞ്ഞ് രേവതിയെ വിടുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, സാർ പ്ലീസ് സാർ, എനിക്കൊരു സഹായം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ മാനേജർ ചോദിക്കും, എന്ത് വേണം? സാർ, 2 ദിവസം മുമ്പ് ഇവിടെ ഒരാൾ വന്ന് കുടിച്ചായിരുന്നില്ലേ? ഓ, അതോ, ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലല്ലേ മോളെ, അത് കാരണം ഞങ്ങളുടെ ബാറിനും കൂടി ആ ചീത്തപ്പേര്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാർ, അതെൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല സാർ, സാർ എന്നെ ഒന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും, കുടിച്ചിട്ടില്ലെന്നോ, പിന്നെ മോളുടെ ഭർത്താവ് എന്തിനാ ഈ ബാറിലോട്ട് വന്നത്? പറയും, സാർ, അതാരോ എൻ്റെ സച്ചി ചേട്ടനിട്ടൊരു പണി കൊടുത്തതാണ്, എൻ്റെ സച്ചി ചേട്ടൻ അങ്ങനെ കുടിക്കത്തില്ല, എനിക്ക് ആ CCTV ക്യാമറ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്, നിനക്ക് വേറെ പണിയില്ലേ, മോള് പൊയ്ക്കോ, എനിക്ക് കുറേ ജോലികളുണ്ട്, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാർ പ്ലീസ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്ത് താന്ന് പറയുമ്പോഴേക്കും മാനേജർ പറയും, തന്നെ കണ്ടിട്ട് എനിക്ക് പാവവും തോന്നുന്നുണ്ട്. ഭർത്താവ് കുടിച്ചാൽ ഏറ്റവും കൂടുതൽ ഭാര്യമാരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു ഭർത്താവ് കുടിച്ചിട്ടില്ലെന്ന് തന്നെ ഭാര്യ, അതും വെളുപ്പാങ്കാലത്ത് ഈ ബാറിൻ്റെ ഉള്ളിൽ ഇത്രയും ധൈര്യത്തിൽ കയറി വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവും. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഒരാളുടെ കൂടെ വിടുവാണ് CCTV വിഷ്വൽസ് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതി പറയും, 2 ദിവസം മുമ്പ് ഉച്ചക്കൊരു 12:30 ടൈമിലുള്ള വിഷ്വൽസ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അയാൾ ചെക്ക് ചെയ്തിട്ട് 12:30 ടൈമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പ്ലേ ആവുകയാണ്. സച്ചി ബാറിലോട്ട് കയറി വരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ കുടിക്കുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരിയാണല്ലോ ചേച്ചി പറഞ്ഞത്, ചേട്ടൻ കുടിക്കുന്നൊന്നുമില്ല, അവിടെ വെറുതെ വർത്താനം പറഞ്ഞിരുന്ന് അവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ എന്ന് പറയും.
പറയുമ്പോഴേക്കും രേവതി പറയും, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ സച്ചിയേട്ടൻ കുടിക്കില്ല. അപ്പോൾ പറയും, അപ്പോൾ രേവതി സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ തൊട്ട സൈഡിലിരുന്നിട്ട് ഒരാൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ രേവതി പറയും, അയാളെ ഒന്ന് സൂം ചെയ്ത്, ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സച്ചിയേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ സൂം ചെയ്ത് കാണിക്കുമ്പോഴേക്കും നോക്കുമ്പോൾ ആരാ, നമ്മുടെ ആൻ്റണി. രേവതിക്ക് അങ്ങോട്ട് കലിയളവും. രേവതി പറയും, കണ്ടോ ഇയാളാണ് ഞങ്ങളുടെ സച്ചിയേട്ടനെ പെടുത്തിയത്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, ഈ വീഡിയോ ഒന്ന് ഞാൻ പറയുന്ന നമ്പറിലോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ഇവർ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്പർ വേറെ ആരുടെയല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ നമ്പറാണ്. ശ്രീകാന്തിൻ്റെ നമ്പറിലോട്ട് വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ബാറിലെ ആൾക്കാർ. അപ്പോൾ ശ്രീകാന്ത് ആ വീഡിയോ കൊണ്ട് നേരെ സച്ചിയെ കാണാൻ പോവാണ്. ശ്രീകാന്ത് മാത്രമല്ല രേവതിയും പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് സച്ചിയോട് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും സോറിയൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ ഓടി ചെന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുവാണ്. സച്ചിയേട്ടാ സോറി, ഞാൻ പോലും സച്ചിയേട്ടനെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം വരുവേ. കാരണം രേവതി എന്തു പറ്റി, ഇത്ര നാളും നീ എന്നെ വിശ്വസിച്ചില്ല, ഇപ്പോൾ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ചേട്ടൻ്റെ നിരപരാധിത്വം രേവതി ചേച്ചി തെളിയിച്ചിരിക്കുകയാണ്. ചേച്ചി നേരിട്ട് ബാറിൽ പോയി അവിടുത്തെ വിഷ്വൽസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അതിൽ ചേട്ടൻ കുടിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. രേവതി ചേച്ചിക്ക് സച്ചേട്ടനോടുള്ള സ്നേഹം കണ്ടോ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സച്ചിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുവേ. ശരിയാണോ രേവതി, എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഈ ക്ഷമിച്ചു എന്ന് പറയല്ലേ, അത് തെളിയിക്കാൻ എനിക്ക് നീ തന്നെ വേണ്ടി വന്നല്ലോ രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് രേവതിയെ. എന്നിട്ട് ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സച്ചിയുടെ വേറൊരു മറുപടി വീഡിയോ എടുക്കുവാണ്. സച്ചി അതിൽ കൂടി തൻ്റെ നിരപരാധിത്വമൊക്കെ പറയുവാണ്. ഒരാളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതിനെ വിശ്വസിക്കരുത്, കാരണം ആ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ ആണ് എൻ്റെയും പ്രചരിച്ചത്. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ വീഡിയോയിൽ ഞാൻ കുടിച്ചതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തെളിയിക്കാൻ എനിക്ക് എൻ്റെ ഭാര്യ തന്നെ വേണ്ടി വന്നു. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് കിട്ടിയ ഭാര്യ, അവൾ എൻ്റെ തങ്കമാണ്, പൊന്നാണെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ പറ്റി ഇങ്ങനെ പൊക്കി പറയുവാണ്. രണ്ടുപേർക്കും വളരെയധികം സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. ഈ വീഡിയോ സച്ചിയുടെ റിപ്ലൈ വീഡിയോ വൈറലാവുകയാണ്. നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ തന്നെ പോലീസുകാരൊക്കെ പറയും, വാ വാ വാ. നേരത്തെ ദേഷ്യത്തിൽ സച്ചിയോട് പെരുമാറിയ പോലീസൊക്കെ സച്ചിയോട് നല്ല മര്യാദക്ക് പെരുമാറുവാണ്. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, എടോ ആ കാറിൻ്റെ താക്കോൽ എടുത്ത് കൊടുക്കണോ സാറിനെന്നൊക്കെ പറഞ്ഞിട്ട് താക്കോലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ പറയും, ഇത് വേറെ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടൊന്നും പോകരുത്, ഞങ്ങളുടെ പോലീസുകാർക്ക് അതൊരു പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, സാർ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ സാറിനോട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന്, പക്ഷെ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. അവസാനം എൻ്റെ ഭാര്യ തന്നെ അത് തെളിയിച്ചില്ലേ സാർ എന്ന് പറയുമ്പോൾ പോലീസ് പറയും, തൻ്റെ ഭാഗ്യമാണോ ഈ ഭാര്യ, ഇവളെ ഒരിക്കലും താൻ വിഷമിക്കരുത്. താൻ ഇവിടെ എന്തോരം കേസുകൾ വരുന്നുണ്ടെന്നറിയോ, ഭർത്താവ് കുടിച്ചെന്നുള്ള പേരിൽ ഭാര്യമാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ തൻ്റെ ഭാര്യ ഭർത്താവ് കുടിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങിച്ചെന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയൊക്കെ നല്ലോണം ട്രീറ്റ് ചെയ്യുവാണ് പോലീസുകാർ. എന്നിട്ട് രേവതിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതുപോലൊരു ഭാര്യയെ കിട്ടിയ തൻ്റെ ഭാഗ്യമാണ്, കണ്ടോ അവൾ കാരണം ആണിത് തെളിഞ്ഞത്, അല്ലെങ്കിൽ താൻ ഒരു കുടിയനായിട്ട് ഈ ലോകത്തിന് മുന്നിൽ താൻ എന്നും ഈ കുടിയനായിട്ട് അറിയപ്പെട്ടേനെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ജീവിത മാർഗ്ഗമാണ്, എൻ്റെ ദൈവമാണ് ആ കാർ ഞാൻ ഒരിക്കലും കുടിച്ച കൈ കൊണ്ട് തൊടി, പക്ഷെ എന്നെ ആരും വിശ്വസിച്ചില്ല സാർ. പക്ഷേ എൻ്റെ രേവതി എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യം, എൻ്റെ രേവതി എന്ന് പറഞ്ഞ സച്ചി പിന്നെ ഇമോഷണൽ ആവുകയാണ്. പോലീസുകാരെന്തായാലും രേവതിയെ നല്ലോണം പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. രേവതി തന്നെ വേണ്ടി വന്നല്ലോ ഈ കേസ് തെളിയിക്കാൻ. ഏതായാലും പോലീസ് അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇനി കൂടുതൽ വീഡിയോ ഒന്നും പോലീസുകാർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സാർ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഞങ്ങളെ മോശക്കാരാക്കിയത് ആൻ്റണി എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇവനെ ഞങ്ങൾക്കറിയാം, ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടുവാണേ. അപ്പോൾ ഇതൊക്കെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്. ഉടനെ തന്നെ ഇത് ഉണ്ടാവുന്നതാണ് ചെമ്പനീർ പൂവിൽ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും